Hello everyone. നമ്മൾ CUT UG പ്ലസിൻ്റെ പ്രിപ്വൈസിൻ്റെ ഫട്ടാഫട്ട് സീരീസിലാണുള്ളത്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ പ്രോബ്ലംസ് ആണ്. CUTൻ്റെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. A scalar potential field is given by V is equal to minus 6x plus 8y minus 12xy square plus 7y square minus 5y square. അതായത് നമുക്കൊരു പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. The force on the 4 coulomb charge placed at origin 0, 0, 0 will be. സോ നമുക്ക് കാണേണ്ടത് ഫോഴ്സ് ആണ്, പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to QE ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദ ഗ്രേഡിയൻ്റ് ഓവർ പൊട്ടൻഷ്യൽ. സോ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. സോ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ആക്ടിങ് ഓൺ എ സ്കേലാർ പൊട്ടൻഷ്യൽ. ഒരു സ്കേലാർ പൊട്ടൻഷ്യലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്. സോ ഇതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു പൊട്ടൻഷ്യലിൻ്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് കാണുക. ഗ്രേഡിയൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വെക്ടർ ക്വാണ്ടിറ്റി. സോ നമുക്കറിയുന്ന കാര്യമാണത്. സോ നമ്മുടെ കയ്യിലുള്ള പൊട്ടൻഷ്യലിനെ നമുക്കിനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദ പൊട്ടൻഷ്യൽ. സോ നമ്മളിതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? -6 വരും. ഓക്കെ, സോ ഡി വി ഞാൻ ജസ്റ്റ് എഴുതാം ഐ ക്യാപ് ആൻഡ് ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ വി ബൈ ഡോ സെറ്റ് കെ ക്യാപ്. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ടേക്ക് ദ ഗ്രേഡിയൻ്റ് വിത്ത് എക്സ്. സോ ഞാൻ എക്സ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? -6 വരും ഒന്നാമത്തെ ടേമിൽ നിന്ന്. രണ്ടാമത്തെ ടേമിൽ 0 ആയി പോകും. മൂന്നാമത്തെ ടേമിൽ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -12y square വിൽ കം. ഓക്കെ, ദെൻ 0. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടേമിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ള വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ടേം -6x ആണ്. അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും. രണ്ടാമത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വാട്ട് വിൽ ഹാപ്പൻ? 8 ബാക്കി ഉണ്ടാവും. രണ്ടാമത്തെ ടേമിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് -12xy square ആണ്. സോ അതിൽ -12x പുറത്ത് വന്ന് നമ്മൾ y സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 2y. ഓക്കെ, ആൻഡ് ദെൻ ഓക്കെ യാ. സോ മൂന്നാമത്തെ ടേം അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് നാലാമത്തെ ചെയ്ത് നോക്കാം. വിച്ച് മീൻസ് +7yz². അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ +7z² എന്ന് കിട്ടും. -10y. സോ ഇത്രയും ടേമാണ് രണ്ടാമത്തെ ടേമിലുള്ളത്. ഇനി മൂന്നാമത്തത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു z ആണ്. z ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരേ ഒരു ടേമേ ഉള്ളൂ, വിച്ച് ഇസ് 7yz². സോ ഇഫ് ഐ ഡിഫറൻഷ്യേറ്റ് 7yz², വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈസ് 14yz, റൈറ്റ്, വിത്ത് കെ ക്യാപ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് അറ്റ് പോയിന്റ് 0, 0, 0 സോ ഞാൻ എക്സിനും വൈക്കും സെഡിനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -6i ക്യാപ് പ്ലസ് ഈ ടേം 0 ആയി പോകുന്നു. ഐ ക്യാൻ സീ ദാറ്റ് നമ്മളെ ഈ ടേം 0 ആയി പോകും നമ്മൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ദിസ് ടേം ഗോസ് 0, ഓൾ അതർ ടേംസ് ഗോസ് ടു 0. സോ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ 8ഉം ഈ 6ഉം മാത്രമാണ്. സോ അവർ ആൻസർ വിൽ ബി 8j ക്യാപ്, റൈറ്റ്. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ്. പക്ഷേ ഫോഴ്സ് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം? വി ഹാവ് ടു ടേക്ക് 6² + 8² വിച്ച് ഇസ് 10, റൈറ്റ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 10 ആണ്. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഫോഴ്സ്. നൗ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q × E. Q ഓൾറെഡി തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 4 coulomb. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് കിട്ടി. സോ ഇറ്റ് വിൽ 4 × 10 വിച്ച് ഇസ് 14 Newton. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസി ആയിട്ട് കാണാം. ഫ്രം ദാറ്റ് യു ക്യാൻ ഈസിലി ഫൈൻഡ്
the force. Okay, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഐ തിങ്ക് ഹോപ്പ് യു ആർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, എ ബോൾ ഈസ് ടൈഡ് ടു എ കോഡ് and set in a rotation in a vertical circle. The tension in the cord at the lowest point exceeds that at the highest point by. So ഇത് ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മളെ കയ്യിൽ നമ്മളൊരു വെർട്ടിക്കലി ഉള്ള ഒരു സർക്കിൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു കോഡിൽ നമ്മളൊരു മാസ് ഇവിടെ ടൈ ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, നമ്മളിവിടെ ഒരു വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറൗണ്ട് ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ. സോ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ടാവും. അറ്റ് ലോവസ്റ്റ് പോയിന്റിലും അതേപോലെ തന്നെ ഹയസ്റ്റ് പോയിന്റിലുമുള്ള ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്കിതിൻ്റെ ഏത് പോയിന്റിലെയും ഒരു ടെൻഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഐ ഗിവ് ദിസ് ആംഗിൾ തീറ്റ, നമുക്ക് ഈ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബൈ ഗിവിങ് ഓൾ ദീസ് forces on this particular mass. So നമുക്കറിയാം ഈ ഒരു ബോഡിയിൽ ബേസിക്കലി mg താഴോട്ടുണ്ടാകും. ഓക്കെ, ആൻഡ് ഈ ഡിറക്ഷനിൽ ഏതൊരു സർക്കിളിലും ഒരു ഒബ്ജക്റ്റ് കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് വിച്ച് ഈസ് ആക്ടിങ് ഓപ്പോസിറ്റ് ഔട്ട്വേർഡ് ഡിറക്ഷൻ. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണെങ്കിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ട് ഔട്ട്വേർഡ്. നമ്മൾ സാധാരണ ഡെറിവേഷനിൽ എടുക്കാറുള്ളത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സോ mv²/r എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങനെയും ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. സോ ഞാൻ ഇതിൻ്റെ കമ്പോണൻറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. ടെൻഷൻ എന്ന് പറയുന്നത് T = mg cos തീറ്റ. ഇതിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുക mg cos തീറ്റയാണ്. ഒബ്വിയസ്ലി ഇതിനെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നത് mg sin തീറ്റ ആയിരിക്കും. എനിവേ mg cos തീറ്റ പ്ലസ് mv²/r എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഒരു വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഇനീഷ്യലായി നമ്മൾ ഇവിടെ കൊടുക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് √5 ആയിരിക്കും. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് ടോട്ടൽ എനർജി തിയറം വെച്ച് നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ ഡെറിവേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സെൻട്രൽ പോയിന്റ് 90 ഡിഗ്രി ആംഗിൾ വരുന്ന പോയിന്റിൽ എന്ന് പറയുന്നത് √3gr-ഉം ഈ പോയിന്റിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് √gr-ഉം ആയിരിക്കും. സോ ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത് √5gr-ഉം അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ എന്ന് പറയുന്നത് √gr-ഉമാണ്. സോ ഞാൻ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ടെൻഷൻ. എനിക്ക് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ടെൻഷനിൽ T ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് mg cos തീറ്റ. അതിൽ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ mg മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. mg പ്ലസ് mv²/r എന്ന് പറയുമ്പോൾ ഇവിടെ m നമ്മൾ കൊടുക്കുന്നു, m/r. വിക്ക് പകരം √5gr നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആവും. റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് പോയി. സോ ആറും ക്യാൻസൽ ചെയ്യാം. സോ ടോട്ടൽ ലോവസ്റ്റ് പോയിന്റിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് 6mg ആണ്. ഓക്കെ, ഇനി ഹയസ്റ്റ് പോയിന്റിലുള്ള ടെൻഷൻ നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് mg cos തീറ്റ വരും. സോ ഇഫ് ഐ കാൽക്കുലേറ്റ് ദ mg cos തീറ്റ ആൻഡ് ദാറ്റ് പോയിന്റ് ആസ് വെൽ, നമ്മൾ അവിടെയും ഈ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടി ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ mg cos 180 വരും. cos 180 എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ദെൻ ഞാൻ ഈ mv²/r-ൽ √5gr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ gr എന്ന് വരും. ഓക്കെ, ആർ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഹയസ്റ്റ് പോയിന്റിൽ ടെൻഷൻ 0 എന്ന് കിട്ടി. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് TH - TL അല്ലെങ്കിൽ TL - TH എന്ന് പറയുന്നത് 6mg. means that 6 times the weight of the body. So option 4 will be the right answer. Okay, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഏത് ഇപ്പോൾ √5gr-ഉം √gr ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമ്മൾ √5gr ആണ് ഇതിൻ്റെ മിനിമം വെലോസിറ്റി. ഒരു വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം വെലോസിറ്റിയാണ് √5gr. നിങ്ങൾ അതിനേക്കാൾ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാലും സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ബട്ട് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിയും കൂടും. സോ എങ്ങനെ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് 6 times കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, a particle of mass
m1 moving with velocity u1 collides elastically with another particle of mass m2 at the rest. After the collision, the two particles move with equal speeds in opposite direction. The two masses are related as. So ഇതാണ് ചോദ്യം. അതായത് നമ്മളെ കയ്യിൽ m1 എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, and it is moving in the direction u1. okay, m2 എന്ന് പറയുന്ന ആള് റെസ്റ്റിലാണ്. So e2 is rest. After the collision, രണ്ടുപേരും കൊളൈഡ് ചെയ്തതിനു ശേഷം the both are moving. m1 എന്ന് പറയുന്നത് v1 എന്ന് പറയുന്ന ഡയറക്ഷനിലും, m1 എന്ന് പറയുന്നത് v1 എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലും, m2 എന്ന് പറയുന്നത് സെയിം വെലോസിറ്റി തന്നെയാണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ കൊളിഷൻ്റെ സമയത്ത് രണ്ട് പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദ കൊളിഷൻ നമുക്കിത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാം രണ്ട് കേസിലും. ഇവിടെയും കൺസർവേഷൻ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷമുള്ള മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ കൊളിഷന് മുമ്പും ഉള്ള കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് തിയറം വെച്ചും നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ഏറ്റവും ജനറിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. സോ അതേപോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജനറിക് ആയ ഇക്വേഷൻ എന്ന് പറയുന്നത് v1 is equal to m1 minus m2 by m1 plus m2 into u1 plus 2m2 by m1 plus m2. സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റു u2. സോ ഇതാണ് v1 എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റി. v2 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, സോ v1ൽ നമുക്കറിയാം ഇവിടെ u2 0 ആണെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി ഈ ടേം പോകും. ഓക്കെ, സോ ഈ ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഗോസ് ടു 0. സോ v1 എന്ന് പറയുന്നത് m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. സോ ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ വെലോസിറ്റി. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ v2 എന്ന് പറയുന്നത് ആദ്യം ഈ ടേം വരും, വിച്ച് ഇസ് 2m1. സോ 2m1 പ്ലസ് m2 ഇൻറ്റു u2 എന്ന് വരും. അതായത് നമ്മൾ ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ജനറിക് ആയ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യാത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് m2 മൈനസ് m1, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ദെൻ m1 പ്ലസ് m2. നേരത്തെ ഇവിടെ ഈ ടേമിന് കൂടെ ഉണ്ടായിരുന്നത് u1 ആണ്, ഇപ്പോൾ ഈ ടേമിന് കൂടെ ഉണ്ടാവുക u2 ആണ്, പ്ലസ് രണ്ടാമത്തത് 2m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2, സോറി u1. സോ ഇതാണ് v2യുടെ ഇക്വേഷൻ വരിക. നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ u2 0 ആണ്. സോ ഫസ്റ്റ് ടേം ഇവിടെ 0 ആയിപ്പോയി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ടേം 0 ആക്കി പോയി, നമ്മൾ ഈ ടേമിനെ നമുക്ക് കളയാൻ പറ്റും. സോ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് v1 നമുക്ക് കിട്ടി ഓൾറെഡി, അതേപോലെ തന്നെ v2 നമുക്ക് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അതായത് മാത്രമല്ല അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. സോ ഹൗ വി വിൽ ഡു ദാറ്റ്? നമുക്കതിനെ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. സോ m1 മൈനസ് m2 ഇൻറ്റു u1 എന്ന് പറയുന്നത് എന്താണ്? 2m1 ഇൻറ്റു u1, റൈറ്റ്? m1 പ്ലസ് m2 രണ്ടിനെയും ഡിനോമിനേറ്റർ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ആൻഡ് അതിന് ഓപ്പോസിറ്റ് സൈനിലാണ്, ഓപ്പോസിറ്റ് അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. സോ യു ഹാവ് ടു ഇൻക്ലൂഡ് ദ നെഗറ്റീവ് സൈൻ ആസ് വെൽ. സോ m1 മൈനസ് m2, u1 ക്യാൻസൽ ചെയ്ത് കളയാം, മൈനസ് 2m1 എന്ന് കിട്ടും. സോ ഞാനിതിനെ ഇങ്ങോട്ട് ബ്രിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3m1 ഈസ് ഈക്വൽ ടു m2. ഓക്കെ, സോ 3m1 ഈസ് ഈക്വൽ ടു m2. സോ ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും ജനറിക്കായ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരുന്നാൽ മതി. സോ ഈ ഇക്വേഷനിൽ ബേസിക്കലി ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കിട്ടും. അതാണ് മോസ്റ്റ് ജനറിക് എന്ന് പറയുന്നത്. ഒരു ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ റെസ്റ്റിറ്റ്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത് E is equal to 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദാറ്റ് തിങ് ഹിയർ. സോ v1 ആൻഡ് v2 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരും. സോ യു വിൽ ഗെറ്റ് 3m1 is equal to m2. സോ ഓപ്ഷൻ C വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 29. A string under tension carries transverse waves traveling at speed v. If the tension in the string is halved and the linear density of the string is doubled, the wave speed. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് √T/μ ആണ്. ടെൻഷനുള്ളൊരു
സ്ട്രിങ്ങിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. ടി ഈസ് ദ ടെൻഷൻ. ഫോർ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് എന്താക്കിയെന്നാണ് പറഞ്ഞത്, ഹാഫ് ആക്കിയെന്നാണ് പറഞ്ഞത്. പുതിയ ടെൻഷൻ എന്ന് പറയുന്നത് T/2. ഓക്കെ, ടി ഡാഷ് മ്യൂ ഡാഷ്. മ്യൂ എന്ന് പറയുന്നത് എത്രയാക്കി, അതിൻ്റെ ലീനിയർ ഡെൻസിറ്റി, മ്യൂ എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റിയാണ്, അത് 2 ടൈംസ് ആക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T/2 മ്യൂ എന്ന് കിട്ടും. സോ യു വിൽ ഗെറ്റ് ലൈക്ക് T/4 മ്യൂ, റൈറ്റ്? സോ ഇറ്റ്സ് ബിക്കം 1/2 ഇൻറ്റു √T/μ. സോ ഇതെന്ന് പറയുന്നത് ഓൾഡർ വെലോസിറ്റിയാണ്. സോ ഹാഫ്. സോ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയി. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അതിൻ്റെ വേവ് സ്പീഡ് എന്ന് പറയുന്നത് ഹാഫ് ആവും. സോ ടി എന്ന് പറയുന്ന ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ടി എന്ന് പറയുന്ന ടെൻഷൻ, മ്യൂ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, the relaxation time of a damped harmonic oscillator is 50 seconds. The time in which the energy of the oscillator falls to 1/e times its initial value will be. Okay, so എനർജിയുടെ ഇക്വേഷൻ, നമ്മളുടെ ഒരു ഡാംപ്ഡ് ഓസിലേഷനിലെ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, E of t. ഒരു ടൈമിലുള്ള എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് E0 ഇൻറ്റു e⁻⁻ T/τ ആണ്, where τ is the relaxation time. ഈ ടോനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ എനർജി 1/e ആവണം എന്നാണ്. സോ 1/e ആവണം എന്നുണ്ടെങ്കിൽ ഈ T/τ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം, റൈറ്റ്? അതായത് E0 മൈനസ് 1നെയാണ് നമ്മൾ E0/e എന്ന് പറയുന്നത്. സോ ഈ T/τ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ദാറ്റ് ഇംപ്ലിസിറ്റ്ലി മീൻസ് ദാറ്റ് ടൈം എന്ന് പറയുന്നത് ടോ. സോ 1/e ആവാനിരിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെയാണ്. റിലാക്സേഷൻ ടൈമിൻ്റെ ഡെഫിനിഷനാണ് ടൈം 1/e ആവുന്ന, എനർജി 1/e ആവുന്ന ടൈം എന്ന് പറയുന്നത്. സോ ദ ആൻസർ വിൽ ബി 50 seconds itself. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ എ ആയിരിക്കും ആൻസർ വരെ. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. When two mutually perpendicular simple harmonic motion of same frequency, amplitude and phase are superimposed. So two mutually perpendicular simple harmonic motions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് സോ ഓക്കെ, നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ sin ωt+φ, റൈറ്റ്? സോ ഞാനിതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 ω1 φ1 എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹാർമോണിക് വേവ് എന്ന് പറഞ്ഞാൽ A2 sin ωt+φ2. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, അതേപോലെ തന്നെ ഫേസും സൂപ്പർ ഇമ്പോസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഇല്ല. സോ എന്തായാലും നമുക്കറിയാം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലിസാഗേഴ്സ് ഫിഗർ ആണ്. സോ അങ്ങനെ ലിസാഗേഴ്സ് ഫിഗർ ആണോ ചെക്ക് ചെയ്യാൻ A1/A2 എന്ന് പറയുന്നത് A1/A2 ആണ് അതിൻ്റെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാം. സോ ω1/ω2 ആണ് അതിനെ ഏത് ടൈപ്പ് ലിസാഗേഴ്സ് ഫിഗർ ആണെന്ന് തീരുമാനിക്കുന്നത്. സോ ω1 ω/2 എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എൻ എലിപ്സ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈൻ ആയിരിക്കും. സോ ഇത് ലൈൻ ആണോ സർക്കിൾ ആണോ എലിപ്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് ആണ്. സോ φ1 - φ2 എന്ന് പറയുന്നത് φ1 - φ2 എന്ന് പറയുന്നത് π/2 ആണെങ്കിൽ അത് സർക്കിൾ ആയിരിക്കും. 0 ഓർ π ആണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അല്ല, ഈ 3 ആംഗിളുകളല്ലാത്ത വേറെ ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലും അതൊരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് ഫേസുകളും സൂപ്പർ ഇമ്പോസ്ഡ് ആണ് എന്നാണ്. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ഫേസ് സെയിം ആണെന്ന് പറഞ്ഞു. സോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇതിൻ്റെ ആംഗിൾ നമ്മളോട് പറഞ്ഞു 0 ആണെന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി എ ലൈൻ. ഇനി അതിൻ്റെ സ്ലോപ്പ്, ആ ലൈനിൻ്റെ സ്ലോപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ A1/A2 നോക്കിയാൽ മതി. A1/A2 എന്ന് പറയുന്നത് 1 ആണ്. സോ സ്ലോപ്പ് 1 ആയിട്ടുള്ള ലിസാഗേഴ്സ് ഫിഗർ ആയിരിക്കും കിട്ടുക. സോ ഇറ്റ് വിൽ ബി YX. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ, ലീനിയർ മോഷൻ ആയിരിക്കും, ആൻഡ് ഇൻക്ലൈൻഡ് ഈക്വലി ഇൻ ദ X and Y. സോ നമ്മളിത് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കില്ല. രണ്ടാമത്തത് ബി, ദ റിസൾട്ടിംഗ് മോഷൻ ഈസ് ലീനിയർ SHM along a straight line inclined. So option B will be the right answer. Okay, എലിപ്റ്റിക്കലും അല്ല. ഓക്കെ, നമുക്കത് അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകാനും പറ്റും.
സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമ്മൾ ആദ്യം ഇതിൽ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് നോക്കണം. അപ്പോൾ നമുക്ക് ഏത് കർവ് എന്താണെന്ന് കിട്ടും. പിന്നെ നമ്മൾ ഫേസ് ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. പിന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കണം. സോ ഇതാണ് എല്ലാതും സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം ദെൻ. A particle of mass 100 gram is placed in a field of potential U is equal to 5x square plus 10 per gram. Okay, so ഇതാണ് നമുക്കൊരു പൊട്ടൻഷ്യൽ തന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി. സോ നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 5x square plus 10 ആണ്. സോ എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുക? സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമ്മളുടെ മാസ് എന്ന് പറയുന്നത് 100 gram ഓക്കെ ഇൻറ്റു 5x square plus 10. ഓക്കെ അല്ലേ? സോ നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഫോഴ്സ് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മളതിന് ഫോഴ്സ് കാണാം? മൈനസ് du/dx-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് മൈനസ് കെ എക്സ് ആണെങ്കിൽ ഈ കെ എന്ന് പറയുന്നത് എന്താണ്? എം ഓക്കെ എം ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ കെനെയാണ് നമ്മൾ എം ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഈ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതിനെ നമ്മൾ ഈ ഇക്വേഷനായിട്ട് അനലോഗൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഒമേഗയുടെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഫസ്റ്റ്. സോ നമ്മൾ ഈ പൊട്ടൻഷ്യലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 × 5 10x എന്ന് പറയും. സോ 10x × 100 ഓക്കെ 10x ഓക്കെ ഇൻറ്റു 100. സോ ഇറ്റ് വിൽ ബി 1000x. ഓക്കെ, സോ 1000x എന്നാണ് എം ഒമേഗ സ്ക്വയർ നമുക്ക് കിട്ടുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഒമേഗ സ്ക്വയർ എം ഒമേഗ സ്ക്വയർ. സോ നമ്മൾ ഇതാണ് നമ്മളുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇത് അനലോഗ് ചെയ്താൽ മതി. ഇവിടെ ഈ ടേമാണ് കെ എന്ന് പറയുന്നത്. ആ കെനാണ് നമ്മൾ എം ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇംപ്ലിസിറ്റ്ലി മീൻസ് ദാറ്റ് 1000 ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. സോ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 100 ആണ്. സോ 10 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് √10 എന്നെടുക്കാം. സോ ഒമേഗ സ്ക്വയർ അതിന് മുമ്പ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസിയാണ്. സോ ഒമേഗ നമ്മൾ സ്ക്വയർ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം 2π ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 4π² f² എന്ന് കിട്ടും. സോ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4π² f² ഈസ് ഈക്വൽ ടു 10. okay, so f² is equal to 10/4π². എന്നിട്ട് എഫ് കാണണമെന്നുണ്ടെങ്കിൽ what we have to do, we have to take the root. So root of 10/4π². okay, so ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 10 എന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്നത് 25 ആണ്. ആൻഡ് π² എന്ന് പറയുന്നത് 1/9. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get around 0.5 hertz. okay, so option B will be the right answer. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഒരു പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ നിന്ന് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രം ദ ഫോഴ്സ് വൺ ക്യാൻ ഈസിലി നമുക്ക് അനലോഗസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ -kx എന്ന് പറയുന്നതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ. സോ 0.5 ഹെഡ്സ് ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. സോ 0.5 ഹെഡ്സ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay. The Doppler width for an orange line krypton is 550 10⁻⁻30 meter. If the wavelength of the light is 605.8 nanometer, the coherent length will be. So coherent length എന്ന് പറയുന്നത് അതായത് എത്ര മാത്രം റീജിയനിൽ രണ്ട് കൊഹറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം കൊഹറൻറ്റ് ടൈമും കൊഹറൻറ്റ് ലെങ്ത്തും ആണുള്ളത്. കൊഹറൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്പേസിലാണ്, എത്രമാത്രം ലെങ്ത്തിലാണ് രണ്ട് വേവുകൾ ഒരേ കൊഹറൻ്റ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് എന്തുമാത്രം സൈനിസോയിഡലാണ്. കൊഹറൻ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം
വേവ് സൈനസോയിഡിലാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. സോ കൊഹറൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സോ എൽ സി എന്ന് പറയുന്നത് സി ഇൻറ്റു ടോ എന്ന് പറയുന്നത് കൊഹറൻറ്റ് ടൈമിനെയാണ് നമ്മൾ ടോ എന്ന് വിളിക്കുന്നത്. സോ ഈ കൊഹറൻറ്റ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൊഹറൻറ്റ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞു എന്തുമാത്രം ആള് സൈനസോയിഡലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് കൊഹറൻറ്റ് ടൈം. സോ ഒരു വേവ് ഏറ്റവും പ്യുവറസ്റ്റ് സൈനസോയിഡൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിനൊരു റേഞ്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഈ ഡെൽറ്റ ന്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് സി ബൈ ഡെൽറ്റ ന്യൂനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊഹറൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഇതിൽ നിന്ന് ഡെൽറ്റ ന്യൂ എങ്ങനെ നമ്മൾ കാണുക, മൈനസ് സി ബൈ ലാംഡ സ്ക്വയർ. നമ്മളിതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ ലാംഡൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് -1 ബൈ ലാംഡ സ്ക്വയർ ആണ്, ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ലാംഡ വിൽ ഗെറ്റ് റൈറ്റ്. സോ ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സി ബൈ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് ബ്രിങ് ചെയ്താൽ ലാംഡ സ്ക്വയർ ബൈ ഡെൽറ്റ ലാംഡ റൈറ്റ്. സോ ലാംഡ സ്ക്വയർ ബൈ ഡെൽറ്റ ലാംഡയാണ് നമുക്ക് കിട്ടുക. സോ ഞാനിനി വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സോ സി ബൈ ഡെൽറ്റ ന്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, കൊഹറൻറ്റ് ലെങ്ത് എന്ന് വിളിച്ചത്. സോ എൽ സി എന്ന് പറയുന്നത് now you can write LC എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ബൈ ഡെൽറ്റ ലാംഡ. സോ ഡെൽറ്റ ലാംഡയാണ് നമുക്ക് തന്നിട്ടുള്ളത്, വിടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്, ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സോ 605.8 ഇൻറ്റു 10⁻⁻9 ഹോൾ സ്ക്വയർ ബൈ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 550 ഇൻറ്റു 10⁻³ സോ ജസ്റ്റ് ഇതിനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ വിൽ ബി 0.6673 meter. Okay, so A will be the right answer. Okay, so ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.6673. നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇതാണ് കൊഹറൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of intensities of two waves that produced interference pattern 16:1 and the ratio of the maximum and minimum intensities in fringe system will be. So ഒരു ഇൻറ്റൻസിറ്റിയുടെ മാക്സിമവും മിനിമവും തമ്മിലുള്ള റേഷ്യോ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ I max എന്ന് പറയുന്നത് A1 plus A2 by whole square ആണ്. ഓക്കെ, ആൻഡ് I minimum എന്ന് പറയുന്നത് A1 by A2 whole square ആണ്. നമ്മൾ ഇൻ്റർഫറൻസിൻ്റെ ഏറ്റവും ബേസിക് ആയ ഇക്വേഷനിൽ നമുക്ക് കിട്ടുക A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഡെൽറ്റ എന്ന് പറയുന്നതായിരിക്കും. കോസ് തീറ്റയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നത്. സോ നമ്മളതിൻ്റെ ആംഗിൾ ഏറ്റവും മിനിമം വാല്യൂ 0 എന്നും ഏറ്റവും മാക്സിമം വാല്യൂ -1 എന്നും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ -1 ഓക്കെ, ഏറ്റവും മിനിമം വാല്യൂ -1 എന്നും മാക്സിമം വാല്യൂ 1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഇവിടെ ഈ A1 A2 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. സോ നമ്മൾ ആ ആംപ്ലിറ്റ്യൂഡിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻറ്റൻസിറ്റിൻ്റെ റേഷ്യോ ആണ്. സോ I1 by I2 ആണ് നമുക്ക് ബേസിക്കലി തന്നിട്ടുള്ളത് 16:1 എന്ന് പറയുന്നത്. നമ്മളതിനെങ്ങനെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോയിലാക്കുക, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്കിതിൽ നിന്ന് A1 by A2 കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് എടുത്താൽ മതി. സോ ഇറ്റ് വിൽ ബി 4:1. ഇനി ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ വാല്യൂ A1 by A2 എന്ന് പറയുന്നത് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാനതിന് A2 എന്ന് പുറത്തെടുക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് A1 by A2 plus 1 whole square A2 square. ഓക്കെ, താഴെ നിന്നും ഞാൻ A2ന് പുറത്തെടുക്കുന്നു. സോ A2 square A1 by A2 minus 1 whole square. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള എന്താണ്, A1 by A2 എന്ന് പറയുന്നത് ആരാണ്, 4 ആണ്. സോ 4 plus 1 whole square by 4 minus 1 whole square. സോ എന്താണ് 4 plus 1 എന്ന് പറയുന്നത് 5 square റൈറ്റ്. എന്താണ് 4 minus 1 എന്ന് പറയുന്നത് 3 square. സോ 25/9. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ഓപ്ഷൻ T will be the right answer. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, പിന്നെ ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡും കൺവേർട്ട് ചെയ്യാനും ഓർത്തിരിക്കുക. ഓക്കെ, ദാറ്റ്സ് ആൾ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. The thickness of a soap film refractive index തന്നിട്ടുണ്ട് 1.463. That will be result in a constructive interference in the reflected light with the film is illuminated normally with the light of free space wavelength 600 nanometer. So ഒരു
തിൻ സോപ്പ് ഫിലിമിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ കേസിൽ നമ്മൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസോ നടക്കുന്നത് ഈ പോയിന്റിൽ നിന്നുള്ള റിഫ്ലക്ഷനും അതിൻ്റെ താഴത്തെ പോയിന്റിലുള്ള റിഫ്ലക്ഷനും നടന്നിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നത്. എനിവേ, സോ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2n(f) d cos theta I is equal to n plus 1/2 lambda. സോ ഈ n plus 1/2 ലാംഡ എന്ന് പറയുന്ന ടേം വന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയതുകൊണ്ടാണ്. അല്ല ഡിസ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡാർക്ക് ഫ്രിഞ്ച് ആണ് വരുന്നത്, ബ്രൈറ്റ് ഫ്രിഞ്ചിനാണ് n plus 1/2 ലാംഡ വരുന്നത്, n ലാംഡ ആയിരിക്കും ആരുടെ ഡാർക്ക് ഫ്രിഞ്ചിന് വരുന്നത്. 2nf d cos theta, nf എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് nf എന്ന് പറയുന്നത്. d എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ഈ ആംഗിളാണ്. സോ നമ്മളെ കേസിൽ നോർമലി ആണ് ഇത് ഹിറ്റ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ കോസ് തീറ്റ എന്തായി മാറും? 1 ആയി മാറും. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, 2nf d is equal to, ഇതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ഓർഡർ തന്നെ നമ്മൾക്ക് എടുക്കാം ഇതിൻ്റെ ഒരു. സോ യു ക്യാൻ ടേക്ക് n equal to 0. സോ എടുത്തു കഴിഞ്ഞാൽ λ/2 എന്ന് വരും. സോ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കിത് തിക്നെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡീനെ മാത്രം ഇവിടെ വെക്കുക, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് ഓപ്പോസിറ്റ് കൊണ്ടുപോകുക. സോ λ/2nf എന്ന് വരും. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. സോ 4nf. ഓക്കെ, സോ ലാംഡ തന്നിട്ടുണ്ട് 600 നാനോമീറ്റർ, 600 × 10⁻⁻9 ആൻഡ് 4. ഓക്കെ, nf എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് 1.463. ഓക്കെ, സോ ഇഫ് യു ഡു ദിസ് കാൽക്കുലേഷൻ, ഓക്കെ, 4 × 1.4 എന്ന് പറയുന്നത് ഇറ്റ്സ് അറൗണ്ട് 6 വരും. സോ 6 കട്ട് ചെയ്ത് പോകും. സോ ഇറ്റ് വിൽ ബി അറൗണ്ട് ഇൻ 1. സോ ദ ഓപ്ഷൻ വിൽ ബി, ഓക്കെ, നമ്മളതിനനുസരിച്ച് ഈ 0 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 10⁻⁻7 എന്ന് വരും. സോ 0.1 × 10⁻⁻6, സോ വിച്ച് വിൽ ബി 0.1 മൈക്രോമീറ്റർ സംതിങ് എടുക്കാം. ഓക്കെ, നിങ്ങളതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് അല്ലാതെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. Option A will be the right answer, 0.1025 micrometer. I hope you have got it. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. In which the following is the interference produced by the division amplitude. So interference എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരാറുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഡിവിഷനും ഒന്ന് വേവ് ഫ്രണ്ട് ഡിവിഷനും. സോ ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ട്രാൻസ്മിറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു തിൻ ഫിലിമിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ്റെ കേസിൽ നിന്നും പിന്നെ ട്രാൻസ്മിഷൻ്റെ കേസിൽ നിന്നുള്ള ഇൻ്റർഫറൻസ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ഉള്ള ഈ റിഫ്ലക്ഷൻ ഫ്രം ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ്, അങ്ങനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സെയിം സോഴ്സിനെ നമ്മൾ രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇൻ്റർഫറൻസിനെയാണ് വേവ് ഫ്രണ്ട് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് ഇതിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഫ്രെനൽ ബൈപ്രിസം ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോയിഡ് മിറർ എന്ന് പറയുന്നതും ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഡിവിഷന് എക്സാമ്പിൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ന്യൂട്ടൺസ് റിംഗ് ആണ്, രണ്ടാമത്തത് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ, നാമത്തത് തിൻ ഫിലിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതാണ് ഓർത്തിരിക്കേണ്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ചോദ്യം ഇതിനു മുമ്പും വേറെ പല CUT-യുടെ ക്വസ്റ്റ്യൻസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ ഏതാണെന്നാണ്. സോ ഒബ്വിയസ്ലി ലോയിഡ് എന്ന് പറയുന്നതും യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന് പറയുന്നതും ഫ്രെനൽ വൈബ്രസ് എന്ന് പറയുന്നതും വേവ് ഫ്രണ്ട് ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 2 ആണ്, ന്യൂട്ടൺസ് റിംഗ്. സോ ഓപ്ഷൻ B will be the right answer. Okay, so Newton's ring ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. I hope you have got it. ഈ ഓപ്ഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In Newton's ring arrangement, bright and dark fringe are obtained using sodium yellow light. What happens if the top surface of the glass plate on which the lens is kept is highly silvered? അതായത് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ സാധാരണ ന്യൂട്ടൺസ് റിംഗ് ചെയ്യാറുള്ള ഇങ്ങനെ ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷേപ്പുള്ള അളവെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റ് പാസ് ചെയ്യാൻ കൊടുക്കും.
ഓക്കെ. സോ ഇതിവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു പോകും. അതേപോലെ തന്നെ ഈ കേസിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ. സോ ഇങ്ങനെ ഇതിനെയാണ് ഇത് ഇവിടെ നമ്മളൊരു ലെൻസ് കൊടുത്തിട്ട് ആണ് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺസ് നോക്കാറുള്ളത്. സോ ചോദ്യം ഇതാണ്, ഇവിടെ നമ്മൾ ഹൈലി സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് ഇവിടെ എത്തുന്ന എല്ലാ ലൈറ്റും പൂർണ്ണമായും 100% റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഈ ഇവിടുന്ന് വരുന്ന ഇൻറ്റൻസിറ്റിയും ഇതും കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിഞ്ചസ് നമുക്ക് കാണാൻ പറ്റില്ല. സോ ഫ്രിഞ്ചസ് വിൽ ഡിസപ്പിയർ. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന റിഫ്ലക്ഷനും ഈ റിഫ്ലക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അല്ല, നോർമലി നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗം ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അത് കമ്പയറബിൾ ആണ്, നമുക്ക് ആ ഇൻ്റർഫറൻസ് പാറ്റേൺ ശരിക്കും കാണാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ നമുക്ക് ആ ഫ്രിഞ്ചസ് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ. വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. A single slit illuminated by a light composed of two wavelengths, λ1 and λ2. Due to Fraunhofer diffraction, one observes that first minimum obtained for λ1 coincides with the second minimum of λ2. The relationship between λ1 and λ2. So, നമുക്കറിയാം ഒരു ഫ്രോണോഫർ ഡൈഫ്രാക്ഷൻ്റെ മിനിമം കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡയാണ്. സോ ഒന്നാമത്തെ കേസിൽ ഇവിടുത്തെ നമ്മൾ സെയിം സ്ലിറ്റ് വിടുത്താണ് എടുക്കുന്നത്, അതേപോലെ തന്നെ സെയിം ആംഗിളാണ് ഇത് ഹിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഈ സൈൻ തീറ്റ സെയിം പൊസിഷനിലാണ് എടുക്കുന്നത്. സോ എൻ λ1 എന്ന് പറയുന്നതാണ്. സോ ഇതിൻ്റെ ഒന്നാമത്തെ കേസിൽ ഫസ്റ്റ് മിനിമം ആണ് പറയുന്നത്. സോ എൻ ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു λ1. ഓക്കെ. എൻ 1 ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ സെയിം വിഡ്ത്ത് തന്നെയാണ് എടുക്കുന്നത്, ബട്ട് നമ്മൾ വേവ് ലെങ്ത് λ2 ആണ്. അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് മിനിമം ആണ് എടുക്കുന്നത്. സോ എൻ ഇസ് ഈക്വൽ ടു 2. എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ ഞാനതിവിടെ കൊടുക്കുകയാണെങ്കിൽ 2 λ2 വരും. സോ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ രണ്ട് ഭാഗം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ λ1 ഇസ് ഈക്വൽ ടു 2 λ2. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The order observed by a grating having 400 lines per centimeter when illuminated normally by visible light of the wavelength range 400 nanometer to 700 nanometer. So ഒരു ഗ്രേറ്റിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഗ്രേറ്റിങ്ങിൽ ഫ്രിഞ്ചസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലൈക്ക് എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ലാംഡയാണ്. എം എന്ന് പറയുന്നതാണ് ഓർഡർ, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. ഓക്കെ. സോ എ എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മളൊരു ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് എത്ര ഇപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ 400 ലൈൻസ് ആണുള്ളത്. സോ 1 സെൻറ്റിമീറ്റർ നമ്മൾ എത്ര ഡിവിഷനാണ് കൊടുത്തതെന്നാണെന്ന് നോക്കുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 1 സെൻറ്റിമീറ്റർ ബൈ 400 ലൈൻസ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ സെൻറ്റിമീറ്ററിന് പകരം ഇഞ്ച് തരാറുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ 2.5 സെൻറ്റിമീറ്ററാണ് നമ്മളൊരു ഇഞ്ച് എന്ന് വിളിക്കുന്നത്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻² മീറ്ററിലേക്ക് ആക്കുമ്പോൾ 400 ലൈൻസ്. ഓക്കെ. 400 സോ 4000. സോ 1/4 എന്ന് പറയുന്നത് 25 ആണ്. 10⁻3 മുകളിൽ ചാടി കഴിഞ്ഞാൽ 10⁻⁵ എന്ന് വരും. സോ ഇതാണ് അതിൻ്റെ ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോർമലി ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 1 ആയിപ്പോവും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആയിപ്പോവും. സോ എമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ. റൈറ്റ്. സോ ലാംഡയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 400 നാനോമീറ്റർ എന്ന് പറയുന്നത്. സോ എം ഒന്നാമത് കാണണമെന്നുണ്ടെങ്കിൽ 400 നാനോമീറ്റർ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്കെ എം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടല്ലേ. സോ സോറി എ ബൈ ലാംഡ വിൽ കം. റൈറ്റ്. നമ്മൾ ലാംഡ ഇങ്ങോട്ട് ബ്രിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോറി ഓക്കെ എ ബൈ ലാംഡ. ഞാൻ ഈ ലാംഡനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ ബൈ ലാംഡ കിട്ടും. എയുടെ ഇക്വേഷൻ നമുക്കറിയാം 25 × 10⁻⁵ നമുക്ക് കിട്ടി. ലാംഡയുടെ ഇക്വേഷൻ 400 നാനോമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആൾ കിട്ടും 9 × 10⁻⁹. So if you do this calculation, you will get around 6 point something will come. So
6 എന്ന് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ 400 നാനോമീറ്റർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് 700 നാനോമീറ്റർ കൊടുക്കാം. സോ അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓർഡർ കിട്ടും. സോ എ ബൈ ലാംഡ. സോ എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 25 × 10⁻⁻5 ബൈ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? 700 നാനോമീറ്റർ. സോ 700 × 10⁻⁻9. സോ ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 25ൽ 7 എന്ന് പറയുന്നത് 3 ടൈംസ് ആണ്. സോ 3 പോയിന്റ് സംതിങ് 7 3 21 റൈറ്റ്. സോ 3 പോയിന്റ് സംതിങ് വിൽ കം. സോ 3. സോ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ബേസിക് ഓർഡർ 3 to 6 ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. സോ എം ആണ് ചോദിച്ചിരിക്കുന്നത് ഓർഡർ. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ഗ്രേറ്റിംഗ് ഇതിൽ ഒരു ഗ്രേറ്റിങ്ങിൻ്റെ ഇക്വേഷനാണ് എ സൈൻ തീറ്റ സിക് ലാംഡ എന്ന് പറയുന്നത്. എം ആണ് ഓർഡർ എന്ന് പറയുന്നത്. ലാംഡ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് എ എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ്. സോ ദ ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ. ഓക്കെ. സോ ഇതിൽ സാധാരണ ചോദിക്കാറുള്ളത് 1 സെൻറ്റിമീറ്ററിന് പകരം ഇഞ്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ. വിൽ ടു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The significant diffraction of X-rays can be obtained. സോ ഒരു ഡൈഫ്രാക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് വരുന്ന വേവ് ലെങ്ത്തുമായി കമ്പയറബിൾ ആയിരിക്കണം. സോ ഇവിടെ എക്സ്റേ എന്ന് പറയുന്നതിൻ്റെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിട്ടുള്ള സ്ലിറ്റ് വിഡ്ത്ത് കൊടുക്കാൻ കഴിയുന്നത് അറ്റോമിക് ക്രിസ്റ്റൽസിൻ്റെ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ എക്സ്റേ റേഞ്ചിലാണ് വരുന്നത്. സോ നമ്മൾ ഒരു അറ്റോമിക് ക്രിസ്റ്റലിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈഫ്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ പ്ലാനാർ ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റേഡ് ആണ്. സോ സ്ലിറ്റ് വിഡ്ത്ത് ഇവിടെ വെച്ചിട്ടാണ് അതിന് ഡൈഫ്രാക്ഷൻ സംഭവിക്കാൻ സാധ്യത. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ ഡൈഫ്രാക്ഷൻ നടക്കോ ഇല്ല, ഡൈഫ്രാക്ഷൻ നടക്കാനുള്ളൊരു വളരെ നെസസറി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. അതായത് സ്ലിറ്റ് വിഡ്ത്തും ഇൻകമ്മിങ് വരുന്ന വേവും തമ്മിൽ കമ്പയറബിൾ ആയിരിക്കും. Okay, look at the next problem. A ray of light is incident on a glass plate of refractive index 1.732 at a polarizing angle. The angle of refraction will be. Okay. So ചോദിച്ചിരിക്കുന്നത് ഇതാണ്. പോളറൈസിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രൂസ്റ്റർ ആംഗിൾ ആണ്. ഓക്കെ. സോ ബ്രൂസ്റ്റർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. തീറ്റ പി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1.732. സോ 1.732 എന്ന് പറഞ്ഞാൽ √3 ആണ് നമുക്കറിയാം. സോ ടാൻ ഇൻവേഴ്സ് √3 വിൽ കം. സോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ഓക്കെ. സോ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിഫ്രാക്ഷൻ ആംഗിൾ ആണ്. സോ നമ്മളൊരു പ്ലെയിനിൽ ഓക്കെ. സോ ഇതാണ് ഇതിനെ നോർമൽ എന്ന് വിചാരിക്കാം. സോ ഇതാണ് ഇൻസിഡൻ്റ് എന്ന വേവ്. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് റിഫ്രാക്ട് ചെയ്യുന്ന വേവ്. ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് ടോട്ടൽ 90 ആയിരിക്കും. സോ ഈ ആംഗിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് ദിസ് ഇസ് 60 വൺ ക്യാൻ ഈസിലി കാൽക്കുലേറ്റ്. സോ ഇതിൻ്റെ റിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നതും ഈ തീറ്റ പി എന്ന് പറയുന്നതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 90. സോ തീറ്റ പി നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ബ്രൂസ്റ്റർ ആംഗിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 60 ആണ്. സോ എങ്ങനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ ആംഗിൾ കാണാൻ? 90 - 30 which is 90 - 60 30 degree. So option B will be the right answer. Okay, I hope you have got it. So ഇതിനെയാണ് നമ്മൾ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ബ്രൂസ്റ്റർ ആംഗിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സബ്സിക്വൻ്റ്ലി നമുക്ക് ഈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. Okay, we'll look at the next problem. 42. A chords have refractive index 1.553 and 1.544. The thickness of the quarter wave plate D sodium light of wavelength 589 nanometer will be. So ഇതാണ് ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് thickness of the wavelength ആണ്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. D is equal to lambda by 4 into NE minus NO. Okay. സോ ഇതെന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും NO എന്ന് പറയുന്നത് ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. അതായത് ഒരു ക്രിസ്റ്റൽ പ്ലേറ്റിന് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ കോഡ്സ് വേവ് പ്ലേറ്റ്സ് ഉണ്ടാക്കാറുള്ളത്. എനിവേ നമുക്കതിൻ്റെ തിയറി അറിയാവുന്നതാണ്. ലാംഡ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കറിയാം, തന്നിട്ടുണ്ട് 589 നാനോമീറ്റർ വിച്ച് ഇസ് 10⁻⁻9 ആൻഡ് 4 ഇൻറ്റു നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1.553 മൈനസ് 1.54 റൈറ്റ്. So if you substitute this value you will get 0.163 micrometer. So option A will be the right answer. Okay, I hope you have got it. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
43. A satellite moves around the Earth in a circular orbit of radius r, centered at the Earth. Okay. Second satellite moves in an elliptical orbit with a major axis 8r, with the Earth at one of the foci. The former takes 1 day to complete the revolution, the latter would take. So നമുക്കറിയാം ഒരു പ്ലാനറ്റ് ഒരു എർത്ത് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ബൈ യൂസിങ് കെപ്ലർ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. നമുക്കറിയാം തേർഡ് കെപ്ലർ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത് ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസ്, ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഓക്കെ, സോ ഇവിടുത്തെ നമുക്കിങ്ങനെ എടുക്കാം T1/T2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A1/A2 ഹോൾ ക്യൂബാണ്. സോ ഇവിടെ A1 എന്ന് പറയുന്നത് ഓക്കെ, സോ A1 എന്ന് പറയുന്നത് 6 ആണ്. സോ A2 എന്ന് പറയുന്നത് 8R ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സോ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 4R ആയിരിക്കും. ഓക്കെ, സോ T1 എന്ന് പറയുന്നത് 1 ഡേ ആണ്. ഓക്കെ, സോ T2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്. സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ T2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ T1 നമ്മൾ T1/T2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. A1/A2 എന്ന് പറയുന്നത് 1/4 എന്ന് വരും. സോ 1/4 6 കട്ട് ചെയ്ത് പോയി, ക്യൂബ് എന്ന് പറയും 1/64. സോ ഇറ്റ് വിൽ ബി ലൈക്ക് T1/T2 എന്ന് പറയുന്നത് 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. സോ ഇറ്റ് വിൽ ബി 1/8, റൈറ്റ്. സോ T2 എന്ന് പറയുന്നത് 8T1 എന്ന് കിട്ടും. സോ T1 എന്ന് പറയുന്നത് 1 ഡേ ആണ്. സോ 8 days. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നമ്മളത് കെപ്ലറിൻ്റെ തേർഡ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായ ചോദ്യങ്ങളായിരിക്കും. എനിവേ, look at the next problem. 44. The unit of a pressure of 1 bar is. സോ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാറിലും പാസ്കലും നമ്മൾ പറയാറുണ്ട്. സോ 1 ബാർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് 10⁵ പാസ്കൽ എന്നാണ്. സോ 10⁵ പാസ്കൽ നമുക്ക് 100 കിലോ പാസ്കൽ എന്ന് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ C will be the right answer. Okay. Now 45. The stress strain relationship for a Newtonian fluid is. So Newtonian fluid in the shear rate and stress എന്ന് പറയുന്നത് shear stress എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ, ന്യൂട്ടോണിയൻ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത് ഗ്ലിസറിൻ ഒക്കെ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ എക്സാമ്പിളാണ്. അല്ലാതെ തന്നെ സ്യൂഡോ ഫ്ലൂയിഡൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്യൂഡോ ഫ്ലൂയിഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതല്ലാതെ ഡയലക്റ്റിക് ഫ്ലൂയിഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ ലീനിയർ ആയിട്ടുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ആ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ ഈ ലീനിയാരിറ്റിയിൽ നിന്നാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എനിവേ, സോ ഓപ്ഷൻ C will be the right answer, linear. Okay, look at the next problem. 56. The function f of x is equal to -pi to pi in the interval of -pi to pi. Okay, anyway, be a periodic function of period 2pi. The coefficient of sin 5x in the Fourier expansion of f of x in the interval of -pi to pi is. So Fourier expansion ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ Fourier expansionൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. സോ ദ ഇക്വേഷൻ ഈസ് ലൈക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻ്റർവെൽ നമ്മളെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ A0 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2/b - a to b f of x dx, റൈറ്റ്. അതേപോലെ തന്നെ an കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1/b - a to b f of x sin cos 2n pi x by b - a dx. ഓക്കെ, ആൻഡ് bn എന്ന് പറയുന്നത് 1/b - a to b f of x sin 2n pi x b - a dx. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കോഎഫിഷ്യൻസ് കാണാനുള്ളതാണ്. നമ്മൾ ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് A0/2 പ്ലസ് സം ഓഫ് an cos 2n pi x by b minus a plus sigma of n tends to infinity. Okay, here also infinity. Bn
sin 2n pi x by b minus a. സോ ഇതാണ് ഒരു ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഈ ഒരു ടേമിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലാക്കി എഴുതാൻ പറ്റും. സോ ഇതിൽ സൈനിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ് ബി എൻ എന്ന് പറയുന്നത്, കോസിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ് എ എൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്, അതായത് ഏത് ഇൻ്റർവെല്ലാണ് ഇത് നിൽക്കുന്നതെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് ഇതാണെന്നും ബി എന്ന് പറയുന്നത് ഇതാണെന്നും എടുക്കാം. -π എന്ന് പറയുന്നത് എയും π എന്ന് പറയുന്നത് ബിയും. സോ എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർവെല്ലാണ്. സോ ഇങ്ങനെയാണ് ഒരു ഫോറിയർ എക്സ്പാൻഷൻ്റെ ബേസിക് ഇക്വേഷൻ. അതിൻ്റെ കോഎഫിഷ്യൻസ് കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ റെഡിൽ എഴുതിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇക്വേഷൻസ് ഓക്കെ. ഫ്രം ഹിയർ ചോദിച്ചിരിക്കുന്നത് sin 5x കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ്. സോ sin 5x കൂടെയുള്ള കോഎഫിഷ്യൻ എന്ന് പറയുമ്പോൾ B5 ആയിരിക്കും കാണേണ്ടത്, റൈറ്റ്? സോ B5 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സോ B5 നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ B5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. സോ ബി എന്നിൻ്റെ ഇക്വേഷൻ മാത്രം നമുക്ക് മതി. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാണ് 1b minus a to b sin f of x sin 2n pi x by b minus a dx. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലിനി നമ്മൾ b minus a എന്താണെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. സോ b minus a എന്ന് പറയുമ്പം b minus a എന്ന് പറയുന്നത് നമ്മൾ പൈ മൈനസ് പൈ എന്ന് വരും. സോ ഇറ്റ് ബിക്കംസ് പ്ലസ്, റൈറ്റ്? സോ 2π. ഓക്കെ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 1/2π will come from -π to π. സോ f of x into നമ്മളിവിടെ b minus aക്ക് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ sin nx എന്ന് കിട്ടും. സോ നമ്മളെ ഇക്വേഷൻ നമുക്ക് കുറേ കൂടെ സിമ്പിളായിട്ട് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. സോ അതായത് 0 വരെ -πയും 0 മുതൽ π വരെ അത് പൈയുമാണ്. സോ നമ്മൾ അതിനനുസരിച്ച് ഇത് പീസാക്കിയിട്ട് ചെയ്യേണ്ടി വരും. അതായത് നമ്മളതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 1/2π നമുക്ക് കോമൺ ആക്കി എടുക്കാം. ആൻഡ് ഇതിൻ്റെ -π to 0 നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? -π ആണ്. അതേപോലെ sin nx പ്ലസ് പിന്നെ 0 to π നമ്മൾ -πനെ സ്പ്ലിറ്റാക്കി -π to 0 എന്നും 0 to π എന്നും കൊടുക്കുകയാണ്. സോ 0 to π അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π ആണ്. സോ ഞാനത് ഫംഗ്ഷൻ π എന്ന് കൊടുത്തു. ഓക്കെ. sin nx dx എന്ന് കിട്ടും. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് ഈ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. നൗ സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് B5 എന്ന് പറയുന്നത് I just write here again 1/2π -π to 0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് -π sin nx dx പ്ലസ് 0 to π into sin nx dx. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ എല്ലായിടത്തും പൈ ഉണ്ട്. സോ യു ക്യാൻ ക്യാൻസൽ ആക്ച്വലി. സോ 1/2 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി ഇൻ്റഗ്രൽ ഓഫ് sin nx എന്ന് പറയുന്നത് എന്തായിരിക്കും? cos nx, റൈറ്റ്? സോ മൈനസ് cos nx. സോ മൈനസും പ്ലസ് ആയി. cos nx by n will come. ഓക്കെ. -π to 0 പ്ലസ് സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ്. സോ മൈനസ് cos nx by n. ഓക്കെ. സോ 0 to π. സോ ഇതാണ് നമ്മളെ ഇക്വേഷൻ. സോ 1/2 ഞാൻ അതേപോലെ കൊടുത്തു. കോസിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1/1, റൈറ്റ്? ഇനി പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1. ഓക്കെ. സോ കോസിൻ്റെ 0 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. ഇനി മൈനസ് നമ്മൾ cos -π എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഇറ്റ് ബിക്കം 1/n. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടേം. പ്ലസ് നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 എന്ന് വരും. സോ 1/n അഗെയിൻ മൈനസ് നമ്മളിവിടെ ഓക്കെ. സോ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് plus again come, right? So 1/n.
yeah, so fine. So it will be like 1 by 2 into 4 by n will come. So n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. Sorry, n എന്ന് പറയുന്നത് 5 ആണ്. So 4 by 10 will come. So it will be 2 by 5. So 2 by 5 will be the answer. Okay. So we will see. Okay. 4 by, did I have any mistake? To 4. Yes, n. Okay, so നമ്മൾ values ഇവിടെ 2 pi substitute ചെയ്ത് കഴിഞ്ഞാൽ 4 by 5 എന്ന് കിട്ടും. Option A will be the right answer. Okay, I think some problem over here. Anyway, we'll look at the next problem. 4 by 5 will be the right answer. Okay. Okay, so next problem എന്ന് പറയുന്നത് 47. The Fourier series of an odd periodic function will be consist of. So ഒരു odd periodic function എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഫോറിയർ സീരീസ് എന്താണെന്ന് നമുക്കറിയാം. സോ ഫോറിയർ സീരീസിൽ ഓഡ് പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ സൈൻ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കോസ് ടേം ബാക്കിയുള്ള എല്ലാ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. 48. Let A and B be two distinct three-dimensional vector. Okay, so the component of B that is perpendicular to A is given by. Okay, so A cross. Okay, ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മളിതിൽ 1 by 1 ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. കമ്പോണൻറ്റ് ഓഫ് ബി, ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ വെക്ടറാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ബി ക്രോസ് എ ചെയ്ത് നോക്കാം. സോ നമ്മളൊരു പ്ലെയിൻ എടുക്കുക. നമ്മളൊരു പ്ലെയിനിൽ ബി ഇവിടെയും എ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ബി ക്രോസ് എ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്, റൈറ്റ്? ഓക്കെ, സോ ഇവിടെ ബി കൊടുക്കും. സോ ബി ആൻഡ് എ. സോ ബി ക്രോസ് എ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് വരിക. സോ സ്ക്രൂ റൂൾ വെച്ച് നമുക്ക് ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് കിട്ടും. സോ നമുക്ക് ആ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുകൂടെ ക്രോസ് എടുക്കണം, റൈറ്റ്? ഞാനത് ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഓക്കെ. സോ നമ്മൾ ബി ക്രോസ് എ ആദ്യം ചെയ്യാം. സോ ബി ക്രോസ് എ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. നമ്മളതിൽ വീണ്ടും നമ്മൾ എ ക്രോസ് എ ചെയ്യണം. സോ എ ക്രോസ് എ ചെയ്യുമ്പോൾ എ ക്രോസ് ആ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ അത് ഈ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പ്ലെയിനിലാണ് നിൽക്കുന്നത്. സോ ഇഫ് യു ടേക്ക് ദ ക്രോസ് പ്രൊഡക്റ്റ് ലൈക്ക് ദിസ്, ദ ആൻസർ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ അതായത് ബിയുടെ കമ്പോണൻറ്റ് ഇഫ് ദിസ് ഇസ് ദ ആംഗിൾ തീറ്റ, ബി ക്രോസ് തീറ്റ വിൽ അലോങ് ദിസ് ഡയറക്ഷൻ. സോ നമ്മൾ എ ക്രോസ് ബി ക്രോസ് എ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരാളെ കിട്ടും. ഇനി നമ്മൾ ആ ആൻസറിനെ നമ്മൾ വീണ്ടും എ ക്രോസ് ആയിട്ട് ക്രോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എ എന്ന് പറയുന്ന ആളും നമുക്ക് നേരത്തെ കിട്ടിയ റിസൾട്ടൻറ്റും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇറ്റ് വിൽ ബി അലോങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. അതായത് ബിയുടെ കമ്പോണൻറ്റ് ഉണ്ടാവും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള ഒരു കമ്പോണൻറ്റ് അതിലുണ്ടാവും, ബി കോസ് ഇറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. നമുക്കതിൻ്റെ പിക്ചർ നോക്കി കഴിഞ്ഞാലാണ് മനസ്സിലാവുക. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരുടെ ഡയറക്ഷനാണെന്ന് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. ഓക്കെ, സോ വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് ഈ പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് വാല്യൂസ് ഒന്നുകിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ രണ്ട് വെക്ടറുകൾ എടുത്തിട്ട് ആ വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദ ഡയറക്റ്റ് ലൈറ്റ് കണ്ടീഷൻ? സോ ഡയറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം ആൻഡ് മിനിമ ഇൻ ദ എക്സ്പാൻഷൻ ഇൻ്റർവൽ. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. അതായത് ഒരു ഫോറിയർ സീരീസ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ആണെന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റിൻ്റെ 3 കണ്ടീഷൻസ് ആണുള്ളത്. സോ ഇതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഇതിന് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ് നമ്പർ ഓഫ്, ഇവിടെ ഇൻഫിനിറ്റ് ആവരുത്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഡയറക്റ്റ് കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷനിലെ എല്ലാ കോഎഫിഷ്യൻറ്റും ഫൈനൈറ്റ് ആയിരിക്കണം. സോ എല്ലാ കോഎഫിഷ്യൻറ്റും ഫൈനൈറ്റ് ആൻഡ് ഡിഫൈൻഡ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ടു ടേൺ ദ ഫോളോയിങ് നോൺ എക്സാക്ട് ഇക്വേഷൻ ഇൻറ്റു ദ എക്സാക്ട് ഇക്വേഷൻ. സോ നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 3y cos x minus xy sin x 2x cos x dy by dx. സോ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് m dx പ്ലസ് n dy
സോ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഡി എക്സ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് നമുക്ക് എം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എം എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും 3y cos x മൈനസ് എക്സ് വൈ സൈൻ എക്സ്. അതേപോലെ എൻ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും 2x cos x. ഓക്കെ, സോ ഇതാണ് എം എൻ എന്ന് കിട്ടും. സോ ഇതൊരു എക്സാക്ട് ഇക്വേഷൻ ആണോ അല്ലേ എന്നുള്ളെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോ എം ബൈ ഡോ വൈ ഷുഡ് ബി ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അതായത് ഈ എമ്മിനെ നമ്മൾ വൈ കൊണ്ട് റെസ്പെക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്നിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഇതാണ് ഒരു എക്സാക്ട് ഇക്വേഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ ഈ രണ്ട് ഇക്വേഷനും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എപ്പോൾ നമ്മളൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ടു ദ പവർ എം ആൻഡ് വൈ ടു ദ പവർ എൻ എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, എമ്മിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക ഈ ഇക്വേഷനെ. എന്നിട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി കറസ്പോണ്ടിങ് ഇക്വേഷൻ. സോ നമ്മൾ എമ്മിനെ അതിനോട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇൻറ്റു എക്സ് ടു ദ പവർ എം ആൻഡ് വൈ ടു ദ പവർ എൻ എന്ന് കിട്ടും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y cos x, റൈറ്റ്. സോ y കൊണ്ട് നമ്മൾ y ടു ദ പവർ n പ്ലസ് 1 ആവും, കാരണം ഇവിടെ ഒരു y എന്നും ഇവിടെ ഒരു y ഉണ്ട്. സോ 3y ടു ദ പവർ n cos x. അതേപോലെ തന്നെ ഇൻറ്റു എക്സ് ടു ദ പവർ എൻ. ഓക്കെ, സോറി, എക്സ് ടു ദ പവർ എം വരും അല്ലേ. സോ എക്സ് ടു ദ പവർ എം cos x. ആൻഡ് ഇനി സെക്കൻഡ് ടേം നമ്മൾ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് ടു ദ പവർ എം പ്ലസ് 1 and y to the power n plus 1, x to the power m plus 1, അതേപോലെ തന്നെ y to the power n plus 1 will come into sin x. Okay, now ഇവിടെ നമ്മൾ x to the power m y to the power n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So it will be like 2 into x to the power m plus 1 into cos x into y to the power n. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒന്നാമത്തെ ഈ എമ്മിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അന്നേരം നമുക്കൊരു ആൻസർ കിട്ടും. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിന് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. സോ അതിന് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതായത് ഈ രണ്ട് ടേമിനും ഈക്വലൻ്റ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എം ആൻഡ് എൻ. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്നും എന്നിൻ്റെ വാല്യൂ 1 എന്നും കിട്ടും. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഡിഫറൻസിയേഷൻ തന്നെയാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി എം 2 ആൻഡ് n 1 എന്ന് പറയുമ്പോൾ x സ്ക്വയർ y ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ആൾ ഫോർ ദിസ് സെഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ധാരാളം നമ്മൾ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് കാണാതെ അറിഞ്ഞിരിക്കണം, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. എനിവേസ്, സോ CUT-യുടെ UG+ൻ്റെ പ്രിപ്വൈസിൻ്റെ സീരീസിൽ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവിധ സിലബസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഒരുപാട് സബ്ജക്റ്റുകളും അതേപോലെ തന്നെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ആൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു.